ഒരു വിഷയത്തിൽ തന്നെ എത്ര വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഞാൻ ഒരൊറ്റ വിഷയം മാത്രം എടുക്കാം. ഏത്? നമ്മളുടെ ഈ വയനാട് വിഷയം മാത്രം എടുക്കാം. വയനാട് വിഷയത്തിൽ ചുരുങ്ങിയത് 4 പ്രധാനപ്പെട്ട വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിൽ ഓരോന്നായിട്ട് ഞാൻ പറയാം. ഒന്ന്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ ഭൂമി ഏറ്റെടുക്കാൻ കോൺഗ്രസ് വൈകിയത് സർക്കാർ ഭൂമി കൊടുക്കില്ല എന്നറിയിക്കാൻ വൈകിയത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. ആണല്ലോ? എന്നിട്ട് ആർക്കും ഈ പാനലിരിക്കുന്നവർക്കൊന്നും അതിനകത്ത് യാതൊരു തർക്കമില്ലല്ലോ. അങ്ങനെ തന്നെയാണല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ശരി, എന്നാൽ ഞാൻ 2 യോഗങ്ങൾ ഓർമ്മിപ്പിക്കാം. ഒന്ന്, 29/8/2014 കൂടിയ സർവകക്ഷി യോഗം. ആ സർവകക്ഷി യോഗത്തിന്റെ മിനിറ്റ്സ് ഇതിലുണ്ട്. ആ മിനിറ്റ്സിൽ അന്ന് പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തിരുന്നു. ആ പ്രതിപക്ഷ നേതാവ് ഇതേപോലെ ഭൂമി ഇതേപോലെ ടൗൺഷിപ്പിന് പുറത്ത് വേണമെന്നൊരാവശ്യം ഉന്നയിച്ചിട്ടില്ല. സർവകക്ഷി യോഗത്തിലായിരിക്കുമല്ലോ ഇത് രേഖാമൂലം ഉന്നയിക്കേണ്ടത്. ഇനി അത് പോകട്ടെ, സർവകക്ഷി യോഗത്തിലല്ലെന്ന് കരുതുക. 1/1/2025 1/1/2025 2 ദിവസങ്ങളിലായി സ്പോൺസർമാരുടെ ഒരു യോഗം മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ നടന്നിരുന്നു. 22 പേർ അതിൽ പങ്കെടുത്തു. 100-ലധികം വീടുകൾ സ്പോൺസർ ചെയ്തവരുടെ പ്രതിനിധിയായി പ്രതിപക്ഷ നേതാവും അവിടെ ഉണ്ടായിരുന്നു. ആ പ്രതിപക്ഷ നേതാവ് ആ യോഗത്തിൽ പങ്കെടുത്തു പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന്, ഈ പറയുന്ന പുനരധിവാസത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഒരു പോയിന്റ്. 2, 30 ലക്ഷം എന്ന് പറഞ്ഞത് 15 ലക്ഷമാക്കി കുറയ്ക്കണം എന്നുള്ളതാണ്. ഇതിനും അപ്പുറത്തേക്ക് ടൗൺഷിപ്പിന് പുറത്തേക്ക് കോൺഗ്രസിന് വീട് നൽകണമെന്നോ വീട് നൽകേണ്ടതിന്റെ ആവശ്യമുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒരു വാക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായി മിനിറ്റ്സിലില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ലഭ്യമായിരിക്കുന്ന ഈ 3 രേഖകളിലും സർവകക്ഷി യോഗത്തിന്റെ മിനിറ്റ്സിലും 1/1/2025 4/1/2025 സ്പോൺസർമാരുടെ യോഗത്തിലും പ്രതിപക്ഷ നേതാവോ പാർട്ടിയോ അങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. ഇന്ന് ഞാൻ റവന്യൂ വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുമ്പോഴും റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അടുത്തേക്ക് അങ്ങനെ രേഖാമൂലം ഒരു അപേക്ഷ എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ സർക്കാരിനോട് ചോദിക്കാത്തൊരു കാര്യം, സർക്കാർ നേരത്തെ തന്നെ അവിടെയുള്ള ഭൂമി ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നത് വിലവാങ്ങിയാണ് എന്ന് പറയുന്ന കാര്യം, ടൗൺഷിപ്പിനെ കുറിച്ചുള്ള കാര്യം ആദ്യത്തെ സർവകക്ഷി യോഗത്തിൽ തന്നെ തീരുമാനമായ കാര്യം മറച്ചുവെച്ച് സർക്കാരിൽ നിന്ന് ഭൂമി ലഭിക്കുന്നതിന് ഉള്ള കാലതാമസമാണ് ഞങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ വൈകിയത് എന്ന് പറയുന്നത് ആദ്യത്തെ വാസ്തവവിരുദ്ധമായ കാര്യം. ഇതിനെ ഞാൻ നുണയെന്ന് വിളിച്ചാക്ഷേപിക്കുന്നില്ല, വാസ്തവവിരുദ്ധമായ കാര്യം ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അദ്ദേഹം പറഞ്ഞത് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. ആ വാചകത്തിൽ അങ്ങനെ പറയുന്നത് അവിടെ പണി തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അവിടെ പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത്. ഞങ്ങളുടെ ക്യാമറമാൻമാർ അവിടെ പോയി നോക്കിയപ്പോൾ കണ്ട ദൃശ്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ മുന്നിലേക്ക് എത്തിയതാണ്. അവിടെ ഒരു പണിയും, ആ കല്ലിന്മേൽ ഒരു കല്ല് കയറ്റിവെക്കുന്ന ഒരു പണിയും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പണി തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് റൂൾ അനുസരിച്ച്, കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് അവിടെ അതാത് തദ്ദേശ സ്ഥാപനത്തിന്റെ കയ്യിൽ നിന്ന് പെർമിറ്റ് വേണം. തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലൊരു ടൗൺ പ്ലാനിംഗ് ഓഫീസർ അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരാവകാശ രേഖ പ്രകാരം മേപ്പാടി പഞ്ചായത്തിൽ 19/3/2026 വന്നിരിക്കുന്ന വിവരാവകാശ രേഖ പ്രകാരം നിലവിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്ന പേരിൽ പെർമിറ്റിന് അപേക്ഷകളൊന്നും ഈ ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മേപ്പാടി പഞ്ചായത്തിൽ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടുന്ന അപേക്ഷ പോലും നൽകിയിട്ടില്ല. അപേക്ഷ നൽകാതെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും പണി തുടങ്ങാൻ പറ്റുമോ? അപ്പോൾ വാസ്തവവിരുദ്ധമായ ഇതിലെ മൂന്നാമത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണി തുടങ്ങി അതിനുശേഷം ഇത് ആന വരാത്തൊരു ഭൂമിയാണ്, ആന വരുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇന്ന് വീടിന്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഒരു അയൽവാസി നമ്മുടെ ക്യാമറയിൽ പറഞ്ഞെന്താ, 2 ആഴ്ച മുമ്പ് 2 ആന ഇറങ്ങി അവിടെ കവുങ്ങും ഈ മരങ്ങളും ഒക്കെ അവിടെ കുത്തിയിട്ടിട്ട് പോയി എന്നുള്ളതാണ്. ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് മാത്രമല്ല, തൊട്ടടുത്ത് ആനയെ പ്രതിരോധിക്കാൻ വേണ്ടി ഫെൻസിങ്ങും അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആനശല്യമുണ്ട് എന്ന് പറഞ്ഞത് ഇന്ന് അവിടെ ആ വീടിനോട് ആ സ്ഥലത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഇത്രയും കാര്യം നമ്മുടെ മുന്നിൽ ഒരു ഒറ്റ വിഷയത്തിൽ 4 വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനോട് ആർക്കും വിയോജിപ്പുണ്ടാവില്ലല്ലോ. ഇതിനെ എങ്ങനെയാ പൊളിക്കുക? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിമിഷ നേരം കൊണ്ട് 24 മണിക്കൂർ പോലും ആയുസില്ലാത്ത വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ, അത് നുണയെന്നൊരു വിഭാഗം പറയുന്നു. കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് ബഹുമാനപ്പെട്ട നേതാവ് പിന്മാറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരത്തിൽ ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പണ്ട് നേതാവ് ഒരു പ്രസ്താവന നടത്തി പോയാൽ ഇതൊക്കെ അന്വേഷിച്ച് വരുമ്പോഴേക്ക് മാസങ്ങളെടുക്കും. ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ കൈയോടെ ചൂടോടുകൂടി അതെല്ലാം പൊളിച്ചു കൊടുക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ പറ്റുന്നില്ല. ഇനി സർക്കാരിന്റെ വീടിന്റെ കാര്യത്തിൽ 178 വീടുകൾ കൈമാറിയത് ഈ സർക്കാർ അവരുടെ ഏകദേശം 90-95% പൂർത്തിയായെന്ന് എന്നോട് അവിടുത്തെ ആളുകൾ തന്നെയാണ് പറയുന്നത്. അവരെല്ലാവരും അതിൽ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തിയ ആൾക്കാരാണ്. അവരിപ്പോഴും ഈ മാസവും അവർക്ക് അവരുടെ വാടക കിട്ടിയിട്ടുണ്ട്, അവരുടെ ചെലവിനുള്ള പണം കിട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല, അവരേറെ കാത്തിരിക്കുന്നത് അവരുടെ ഫർണിച്ചറിനുള്ള 1 ലക്ഷം രൂപയും കിട്ടാൻ പോകുന്നു. അവർക്ക് ആകെ ഇതിനകത്തൊരു ഒരു പരാതി, അവരുടെ മൈക്രോ ക്രെഡിറ്റ് പ്രകാരം അവർക്ക് കിട്ടേണ്ട 2 ലക്ഷം രൂപ അതുകൂടി ഇനിയിപ്പോൾ കൊടുക്കാൻ പോവാണ്. 2 ലക്ഷം രൂപ എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനൊരു പദ്ധതി ഇന്ത്യയിൽ
ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഏതെങ്കിലും ഒരു സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏകദേശം 1 കോടിയിൽ പരം വിലമതിക്കുന്ന രീതിയിലുള്ള സ്ഥലവും വീടും അടക്കമുള്ള കാര്യങ്ങൾ, 1 ലക്ഷം രൂപയുടെ ഫർണിച്ചർ, ഇത് കൂടാതെ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി കൂടി സർക്കാർ എല്ലാവർക്കും കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ കൊടുക്കുന്നു എന്നുള്ളതാണ്. മാതൃകാപരമായ ഒരു പദ്ധതിയെ കരിവാരി തേച്ച് കാണിക്കാൻ എത്ര ആരോപണം ഉയർത്തിയാലും കഴിയില്ല. ഇതാണ് അതിലെ വാസ്തവം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യം പറഞ്ഞത്.